നാരായണ 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 ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 12. വരാഹാവതാര കഥയാണ് ഈ ഒരു ദശകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സൃഷ്ടാരമാപ ശരണം ഭവതംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. അധോ ജനസർഗശീല സ്വയംഭുവ മനു. അധ അനന്തരം ജനസർഗശീല പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭുവ മനു, സ്വയംഭൂമനു. മഹീം അസമയേ സലിലേ നിമഗ്നാം ദൃഷ്ട്വാ. ഭൂമിയെ അസമയത്ത് അനവസരത്തില് വെള്ളത്തിൽ താണുപോയതായി കണ്ടിട്ട് മുനിജനൈഹി സഹ സത്യലോകേ, മഹാജ്ഞാനികളായിരിക്കണ മഹർഷിമാരോട് കൂടിയിട്ട് സത്യലോകത്തിൽ വാണരുളുന്നവനും പ്രകാശിക്കണവനും ഭവതംഘ്രി സേവാ തുഷ്ടാശയം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാതാരബിന്ദങ്ങളെ സേവിക്കുന്നത് കൊണ്ട് സന്തുഷ്ടനായ സൃഷ്ടാരം ശരണം ആപ. സൃഷ്ടാരം സൃഷ്ടികർത്താവ്, അതായത് ബ്രഹ്മാവ്. ഈ സ്വയംഭുവിനു മഹർഷിമാരോട് കൂടിയിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവര് സ്വയംഭുമനുവിനെയും ശതരൂപ മഹാറാണിയെയും സൃഷ്ടിച്ചു. മുൻ ദശകങ്ങളിലെ ഈ ആശയം പറഞ്ഞതാണ്. ഈ സ്വയംഭുവിനാവട്ടെ ബ്രഹ്മാവിനെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അവിടുന്നാണ് ഏവർക്കും ജന്മം നൽകുന്ന പിതാവ്, അവിടുന്ന് സൃഷ്ടികർത്താവാണ്, ഏവർക്കും ഉപജീവനത്തെ നൽകുന്നതും അങ്ങനെയാണ്. ഹേ ബ്രഹ്മൻ, അങ്ങയുടെ സന്താനങ്ങളായിരിക്കണ ഞങ്ങള് എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്തൊരു സേവയാണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവിടുത്തെ പരിചരിക്കേണ്ടത്? അവിടുന്ന് എൻ്റെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്താലാണ് ഈ ലോകത്തിലെ കീർത്തിയും പരലോകത്തിലെ സദ്ഗതിയും ഉണ്ടാവുക? ഇപ്രകാരമുള്ള സ്വയംഭുവനുവിന്റെ വാക്കുകൾ കേട്ടിട്ട് വളരെയധികം സന്തോഷമുണ്ടായി ബ്രഹ്മാവിന്. ബ്രഹ്മാവ് പറയുകയും ചെയ്തു, പിതാവിൻ്റെ ആജ്ഞയെ ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരു പുത്രന് ആ പിതാവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ നീ എന്താ വേണ്ടത് വെച്ചാൽ ശതരൂപയില് യോഗ്യരായിരിക്കണ പുത്രന്മാരെ ജനിപ്പിക്കുക, ധർമ്മനിഷ്ഠയോടുകൂടിയിട്ട് പ്രജാപരിപാലനം നിർവഹിക്കുക, സർവോപരി ഭഗവാനെ നന്നായിട്ട് ആരാധിക്കുക, യജ്ഞങ്ങളെ കൊണ്ട് ആ ഭഗവാനെ ആരാധിക്കുക. പ്രജകളെയൊക്കെ ധാർമ്മികരാക്കി മാറ്റിയാൽ ആ ഭഗവാന് നല്ല സന്തോഷാവും. അപ്പൊ നമ്മുടെ ഓരോ കർമ്മങ്ങളും ആ ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്നതായിട്ട് തീരട്ടെ. ബ്രഹ്മാവിന്റെ നിർദ്ദേശം കേട്ട സമയത്ത് ആവാം, അനുഷ്ഠിച്ചോളാം എന്ന് സ്വയംഭൂമന് പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ പ്രജകളെ സൃഷ്ടിക്കണമല്ലോ, അങ്ങനെയുള്ള ഈ ഞാൻ എവിടെ താമസിക്കേണ്ടത്? സർവ്വ ജീവജാലങ്ങൾക്കും വാസസ്ഥാനായിരിക്കണ ഭൂമി ഇതാ വെള്ളത്തിൽ താണുപോയിരിക്കണം. ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം. അനവസരത്തിലല്ലേ ഈ ഭൂമി താണുപോയിരിക്കുന്നത്? അപ്പൊ അതിനെ, ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അങ്ങ് പ്രയത്നിക്കുക തന്നെ വേണം. ഇപ്രകാരം സ്വയംഭൂമനു ബ്രഹ്മദേവരെ പോയിട്ട് ശരണം പ്രാപിച്ചു. രണ്ടാമത്തെ ശ്ലോകം. സ്വയംഭൂമനു തന്റെ സങ്കടം ബ്രഹ്മാവിനെ അറിയിക്കുകയാണ്. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്നാസ്ഥാനം സരോജഭവ
കൽപ്പയതൽ പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. ഹേ അംഭോരുഹാക്ഷ ഏഷ സ്വയംഭൂ. ഹേ താമരക്കണ്ണ, ഈ ബ്രഹ്മാവ്, സ്വയംഭൂ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, മനുനാ സ്വയംഭൂമനുവിനാൽ, ഇവിടെ സ്വയംഭുവനു പ്രാർത്ഥിക്കുകയാണ്. സരോജഭവ താമരയിൽ ഉദ്ഭവിച്ചവനെ, ബ്രഹ്മാവേ, മയി പ്രജാഹ സൃജതി അവനി നിഗ്നാകഷ്ടം. ഹേ ബ്രഹ്മാവേ, മയി പ്രജാഹ സൃജതി, ഈ ഉള്ളവൻ പ്രജാ സൃഷ്ടിക്ക് ഒരുങ്ങവേ, അവനി, അവനി എന്നുവെച്ചാ ഭൂമി, നിമഗ്ന, നിമഗ്ന എന്താ, താണുപോയി, കഷ്ടം. തത് പ്രജാനാം സ്ഥാനം കൽപ്പയ, അതുകൊണ്ട് അവിടുന്ന് പ്രജാനാം സ്ഥാനം, ഈ പ്രജകൾക്ക് വാസസ്ഥലം കൽപ്പയ, കൽപ്പിച്ചാലും ഉണ്ടാക്കി തന്നാലും, ഇതി ഏവം കഥിത, ഇപ്രകാരം സ്വയംഭുവിനു ബ്രഹ്മാവിനോട് പ്രാർത്ഥിക്കേണ്ടായി. ആ ബ്രഹ്മാവട്ടെ തവ പാദയുഗം വ്യചിന്തീത്, അവിടുത്തെ പാദാരവിന്ദങ്ങളെ നന്നായിട്ട് ധ്യാനിച്ചു. ബ്രഹ്മദേവര് മനുവിനെ സൃഷ്ടിക്കാനുള്ളതായൊരു അനുവാദം കൊടുത്തിരുന്നുവല്ലോ. അപ്പൊ അദ്ദേഹം പറയും ചെയ്തു, അങ്ങയുടെ കൽപ്പനപ്രകാരം സൃഷ്ടി ചെയ്തോളാം, പക്ഷേ ഞാനും സൃഷ്ടിക്കാൻ പോണതായിരിക്കണ പ്രജകളും എവിടെയാണ് താമസിക്കേണ്ടത്, അതൊന്ന് അരുളി ചെയ്താലും. ഈ ഭൂമിയാണെങ്കിൽ വെള്ളത്തിലേക്ക് താണുപോയിരിക്കണോ, കഷ്ടം. സ്വയംഭുവനുവിന്റെ ഈ ഒരു പ്രാർത്ഥന ബ്രഹ്മാവ് കേട്ടു. ഞാൻ എങ്ങനെയാണ് ഇതിനെ ഇനി ഉയർത്തിക്കൊണ്ടുവരാ, അതാണ് ഇപ്പൊ ബ്രഹ്മാവിന്റെ ചിന്ത. അല്പസമയം അദ്ദേഹം ചിന്താമഗ്നനായിട്ടിരുന്നു. ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ താൻ ജനിച്ചത്, ഇനി ആ ഭഗവാനല്ലാതെ വേറൊരു ശരണമില്ല. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ചു. മൂന്നാമത്തെ ശ്ലോകം കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ വരാഹാവതാരാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. വിഭോ ഹാ ഹാ അഹം പുരസ്താത് ജലം നപിബം. ഭഗവാനെ, ഹാ ഹാ കഷ്ടം കഷ്ടം, അഹം ഞാൻ, പുരസ്താത് ജലം നപിബം ആദ്യമേ കാരണജലം പാനം ചെയ്തു തീർത്തു. അദ്യ അപി മഹീ മജ്ജതി, ഇപ്പോഴും ഇതാ ആ ഭൂമി വെള്ളത്തിൽ ആഴുന്നു. അഹം കിം കരോമി, ഹേ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്തം ഇപ്രകാരം, തുത് അംഘ്രിയുഗളം ശരണം യതഃ അസ്യ, അവിടുത്തെ പാതാരവിന്ദങ്ങൾ ശരണം പ്രാപിക്കണ ഈ ബ്രഹ്മാവിന്റെ നാസാപുടാത്ത് ശിശുകോലരൂപീ സമഭവ, നാസികാദ്വാരത്തിൽ നിന്ന് ശിശുകോലരൂപി ഒരു വരാഹക്കുഞ്ഞിന്റെ രൂപത്തില് ഭഗവാൻ അവതരിച്ചു. ബ്രഹ്മദേവര് ഭഗവാനെ ധ്യാനിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഏകാഗ്രമായ ധ്യാനത്തിലൂടെ ഭഗവാനെ തന്റെ മനസ്സിൽ തെളിഞ്ഞു കണ്ടു. ആ ഭഗവാനോട് ബ്രഹ്മദേവര് തന്റെ സങ്കടം പറഞ്ഞു. കഷ്ടമുണ്ട് ഭഗവാനെ, ഈ ഭൂമി, സർവ ജീവജാലങ്ങൾക്കും വാസസ്ഥാനായിരിക്കുന്ന ഈ ഭൂമി
വെള്ളത്തിൽ താണുപോയിരിക്കണമല്ലോ. എങ്ങനെ അതിനെ ഉദ്ധരിക്കുക? അങ്ങ് തന്നെ നല്ലൊരു വഴി കാണിച്ചു തരണം. അങ്ങല്ലാതെ വേറൊരു ശരണം ഈ ഉള്ളവനില്ല. ഇപ്രകാരം പറഞ്ഞ് മനസാ ബ്രഹ്മദേവര് ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്ന് സമഭവ ശിശുകോലരൂപീ ചെറിയൊരു വരാഹക്കുട്ടി പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. 4-ാമത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്രവപുഃ ഉൽപതിതഃ പുരസ്താദ് ഭൂയോധ കുംഭിസദൃശ സമജൃംഭധാസ്ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തമുച്ഛൈഃ വിസ്മേരതാം വിധി അഗാത് സഹസൂനുഭിഃ സ്വൈഃ. ത്വം പുരസ്താത് അങ്കുഷ്ടമാത്ര വപുഃ ഉൽപതിതഃ. ത്വം അവിടുന്ന്, ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് അങ്കുഷ്ടമാത്ര വപുഃ, ആദ്യം ഒരു പെരുവിരലിന്റെ വലുപ്പത്തില് ഉത്പത്തിതഃ പുറത്തേക്ക് ചാടി. അധ പിന്നീടോ ഭൂയ കുംഭിസദൃശ സമജൃംഭധ, പിന്നെ ക്രമേണ കുംഭിസദൃശ ആനയുടെ വലുപ്പത്തില് അങ്ങ് വളർന്നു. വിധി അഭ്രേ തഥാവിധം ഉച്ഛൈഹി ഭവന്തം ഉദ്വീക്ഷ്യ. ഉദീക്ഷ്യ വിധി ബ്രഹ്മാവ്, അഭ്രേ ആകാശത്തില്, തഥാവിധം വളരെ വളർന്ന് വളർന്ന് വലുതാവല്ലേ, ഉച്ഛൈഹി ഭവന്തം ഉദീക്ഷ്യ ഉന്നത ശരീരനായ അവിടുത്തെ കണ്ടിട്ട് സ്വൈ സൂനുഭി സഹ വിസ്മേരതാം അഗാത്, തൻ്റെ മരീച്യാദി പുത്രന്മാരോടൊപ്പം ആ ദിവ്യസ്വരൂപത്തെ കണ്ട് അത്യത്ഭുതം തോന്നി ഈ ബ്രഹ്മാവിന്. വരാഹാവതാരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ നാസികാദ്വാരത്തിൽ നിന്ന് പെരുവിരലിന്റെ വലുപ്പമുള്ള ഒരു വരാഹക്കുട്ടി പുറത്തേക്ക് അങ്ങോട്ട് ചാടി. എന്താണാവോ ഇത് എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് നോക്കി നിൽക്കെ ആ വരാഹാവട്ടെ കുംഭിസദൃശ ഇങ്ങനെ അങ്ങോട്ട് വളർന്നു വലുതാവുകയാണ്. ഒരു ആനയുടെ വലുപ്പത്തിലെത്തി. അപ്പൊ ആദ്യം പെരുവിരലിന്റെ വലുപ്പത്തിലാണ് പുറത്തേക്ക് ചാടിയത്. നോക്കി നിൽക്കെ ആനയുടെ വലുപ്പത്തിലേക്ക് അങ്ങോട്ട് മാറി. അടുത്ത നിമിഷമാണെങ്കിലോ ഇനിയും കൂടി വലിയൊരു പർവ്വതം പോലെയൊക്കെയായി. ആകെക്കൂടി ഈ ഒരു രൂപം കണ്ട് അത്യത്ഭുതം തോന്നി ബ്രഹ്മദേവർക്ക്. മരീച്യാദി പുത്രന്മാരുണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത്. അത്യത്ഭുതത്തോടു കൂടിയിട്ട് വരാഹസ്വരൂപത്തെ അവർ വീക്ഷിച്ചു. 5-ാമത്തെ ശ്ലോകം. കോസാവചിന്ത്യ മഹിമാ കടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. മേ നാസാപുടാത് ഉത്ഥിതഃ അചിന്ത്യമഹിമാ അസൗ കിടി കഃ. മേ നാസാപുടാത് എന്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഉത്ഥിതഃ ഉദ്ഭവിച്ചതായ അചിന്ത്യമഹിമാ ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായ മഹിമയുള്ളവൻ, പ്രഭാവത്തോടു കൂടിയതായ അസൗ കിടി, ഈ വരാഹ, കിടി എന്നുവെച്ച വരാഹ, കഹ ആരാണ്, അജിതസ്യ മായാ ഭവേത് കിമു സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കുമോ ഇത്? ധാതരി
ധാതരി എന്നുവെച്ചാ ബ്രഹ്മാവ്. ഇത്തം വിചിന്തയതി, ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കെ സദ്യ ശൈലമാത്ര ഭവൻ ഘോരം ഘോരം ജഗർജിത കില, പെട്ടെന്ന് തന്നെ ഒരു പർവ്വതത്തോളം വലുപ്പമായി ഘോരം ഘോരം ഗർജിക്കുകയും ചെയ്തു. വരാഹസ്വരൂപത്തെ കണ്ട് അത്യത്ഭുതത്തോടുകൂടി നോക്കിയെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. ഇവിടെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, വരാഹവ്യാജേന എന്റെ മൂക്കിൽ നിന്ന് പുറത്തു വന്ന ഈ അത്യത്ഭുതം എന്താ? ഒരു പെരുവിരലിന്റെ വലുപ്പത്തിലാണ് ആദ്യം പുറത്തേക്ക് ചാടിയത്, പിന്നീട് ആനയെപ്പോലെയായി. അങ്ങനെ നോക്കി നിൽക്കേ ശൈലമാത്ര വലിയൊരു പർവ്വതത്തിന്റെ വലുപ്പമായിട്ട് മാറി. ആരായിരിക്കും ഈശ്വര ഇത്? കിമു ഭവേത് അജിതസ്യ മായ, ഭഗവാൻ തന്നെ ആയിരിക്കില്ലേ? ഭഗവാന്റെ മായയാണോ ഇത്? ഇത്തം വിചിന്തയതി, ഇപ്രകാരമൊക്കെ ഈ ബ്രഹ്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചിന്ത ശരിയാണ് എന്ന് സൂചിപ്പിക്കുമാറ് ആ വരാഹമൂർത്തിയാവട്ടെ ജഗർജിത ഘോരഘോരം ഉച്ചത്തിൽ അങ്ങോട്ട് ഗർജിച്ചു. 6-ാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ്യജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തത് സ്തോത്രഹർഷുലമനാഃ പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ജന തപസ്താ സത്യ സ്ഥിതാഃ ച മുനയ. ജന തപ സത്യ, ഈ 3 ലോകങ്ങളിലും വസിക്കുന്നവരായ മുനയ മുനിമാര്, തേ അങ്ങയുടെ ഭഗവാന്റെ, തം നിനാദം ഉപകർണ്യ ഭഗവാന്റെ ആ ഘോര ഗർജനം കേട്ടിട്ട്, ഭവന്തം നുനുവു അങ്ങയെ, നുനുവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിച്ചു എന്നർത്ഥം. ത്വം തത് സ്തോത്രഹർഷുലമനാഃ, അവിടുന്ന്, ഹേ ഭഗവാനെ അവിടുന്ന് അവരുടെ സ്തോത്രത്താൽ ഹർഷുലമുനാഃ പ്രസന്നഹൃദയനായി, ഭൂയ പരിണദ്യ വിപുലമൂർത്തി തോയാശയം അവതാര, ക്ഷമിക്കുക, അവാതര, വീണ്ടും ഉച്ചത്തില് ഗർജിച്ചുകൊണ്ട് വലിയൊരു ശരീരം സ്വീകരിച്ച് തോയാശയം, അതായത് സമുദ്രത്തിലേക്ക്, അവാതര കുതിച്ചു ചാടി. ശ്രീവരാഹമൂർത്തിയുടെ ഘോരഘോരമായിരിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് മഹർഷിമാരൊക്കെ സന്തോഷിച്ചു. ജനലോകം, തപോലോകം, സത്യലോകം, ഈ 3 ലോകത്തിലുള്ള മഹർഷിമാര് വേദമന്ത്രങ്ങളാൽ യജ്ഞവരാഹമൂർത്തിയെ സ്തുതിച്ചു. വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സാക്ഷാൽ ശ്രീമൻ നാരായണമൂർത്തി മുനീശ്വരന്മാരുടെ ഈ സ്തുതി കേട്ടിട്ട് വളരെയധികം സന്തോഷവാനായി. ഏവർക്കും നന്മയുണ്ടാവാനായിട്ട് ശ്രീവരാഹമൂർത്തിയാവട്ടെ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം സമുദ്രത്തിലേക്ക് അങ്ങ് ഇറങ്ങി. 7-ാമത്തെ ശ്ലോകം. സമുദ്രത്തിലേക്ക് വരാഹമൂർത്തി കുതിച്ചു ചാടുന്നു. ആ ഒരു ചിത്രമാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീമന്നാരായണീയം നമുക്കായി വർണ്ണിച്ച് കേൾപ്പിച്ചു തരുന്നത്. ഊർധ്വപ്രസാരി പരിഭൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണജലദ പരിഘൂർണദക്ഷിണാസ്തോത്യുൻ മുനീൻ ശിശിരയെന്നവതേരിധ
ത്വം ത്വം ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂതരോമ. ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് എഴുന്നേറ്റ് നിന്ന ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവനും പ്രോൽക്ഷിപ്തവാലധി ഉയർത്തിപ്പിടിച്ച വാലോടുകൂടിയവനും അവാങ്മുഖ ഘോരഘോണ താഴ്ത്തിയ ഭയങ്കരമായ നാസികയോടുകൂടിയവനും തൂർണ പ്രതീർണ ജലദ, ജലദം എന്ന് വെച്ചാൽ മേഘങ്ങൾ എന്നാണ് അർത്ഥം, അനായാസേന കഷ്ണം കഷ്ണങ്ങളാക്കിയ മേഘങ്ങളോടുകൂടിയവനുമായിട്ട് പരിഘൂർണ ദക്ഷിണാസ്തോത്യൂൻ മുനീൻ ശിശിരയൻ അവതേരിധ. സ്തുതി ചെയ്യണ മഹർഷിമാര് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, 3 ലോകങ്ങളിൽ നിന്നുള്ള മുനിജനങ്ങള് വന്ന് ഭഗവാനെ സ്തുതിച്ചുവെന്ന്. ആ മുനിമാരെ മനോഹരങ്ങളായ തിരുനേത്രങ്ങളാല് വീക്ഷിച്ച് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് താഴോട്ട് ചാടി. വാലുയർത്തിപ്പിടിച്ചവനും ആകാശത്തില് സഞ്ചരിക്കണവനും കഠിനമായ ശരീരത്തോടു കൂടിയവനും നല്ല പരുപരുത്ത രോമങ്ങളോടുകൂടിയവനും നല്ല വെളുത്ത തേറ്റയോടുകൂടിയവനും ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് അവതരിച്ചവനുമായ ശ്രീ വരാഹമൂർത്തി അതിതേജസ്വിയായിട്ട് ആ മഹർഷിമാരുടെ മുമ്പിൽ അങ്ങോട്ട് ശോഭിച്ചു. ഉഗ്രസ്വരൂപിയാണെങ്കിലും കരുണാവർഷം പൊഴിയണ ആ നേത്രങ്ങളാല് തന്നെ സ്തുതിച്ചതായിരിക്കുന്ന മഹർഷിമാരെയൊക്കെ ഒന്ന് കടാക്ഷിച്ചു. അവരെയൊക്കെ നന്നായിട്ട് സന്തോഷിപ്പിച്ചു. അങ്ങനെ ഭൂമിയെ കണ്ടുപിടിക്കാനായിട്ട് കാരണജലത്തിലേക്ക് കുതിച്ചങ്ങോട്ട് ചാടി. 8ാമത്തെ ശ്ലോകം. അന്തർജലം തദനു സംകുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയ ത്വം ത്വം തദനു സങ്കുലനക്രചക്രം. ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് പിന്നീട് അങ്ങും ഇങ്ങും പായുന്ന മുതലക്കൂട്ടത്തോടും ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം, വട്ടം വട്ടം തിരിയണ തിമിംഗലക്കൂട്ടത്തോടും ഇളകി മറിയണ തിരമാലകളോടും കൂടിയതായ അന്തർജലം ആവിശ്യ, ജലമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഭീഷണരവേണ രസാതലസ്ഥാന് ആകമ്പയൻ, ഭയങ്കര ഗർജനം കൊണ്ട് പാതാളലോകവാസികളെ കിട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് വസുമതിം അഗവേഷയ, ഭൂമിയെ അന്വേഷിച്ചു. മഹർഷിമാരെയൊക്കെ കടാക്ഷിച്ച ഭഗവാൻ ജലമധ്യത്തിലേക്ക് ഇറങ്ങി. ആ സമുദ്രത്തിലാണെങ്കിൽ മുതലക്കൂട്ടങ്ങളുണ്ട്, വലിയ വലിയ തിമിംഗലങ്ങളുണ്ട്, അതിശക്തമായിട്ട് തിരയടിക്കുന്നുണ്ട്. ഭഗവാന്റെ ആ വരവിലാവട്ടെ പാതാളലോകവാസികളൊക്കെ ആകെക്കൂടെ അങ്ങ് ഭയപ്പെട്ടു. യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ മൂർച്ചയുള്ള ആ കുളമ്പുകളെ കൊണ്ട് വെള്ളത്തേക്ക് അങ്ങോട്ട് പിളർന്ന് ഉച്ചത്തിൽ ഗർജിച്ച് ജലാന്തർ ഭാഗത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ഘ്രാണേന്ദ്രിയം കൊണ്ട് ഭൂമി എവിടെയാണ് എന്ന് അന്വേഷിച്ച് നീങ്ങണോ ഭഗവാൻ ശ്രീ വരാഹമൂർത്തി. 9ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കുടകിടിർ വിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഘേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം
അദധാ സലീലം. ഹേ വിഭോ, ഹേ ഗുരുവായൂരപ്പ, ഭഗവാനെ, കുടക്കിട്ടി ത്വം, മായാ വരാഹമൂർത്തിയായിരിക്കണ അവിടുന്ന്, അധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം വസുധാം ദൃഷ്ട്വാ ഝടിതി. തന്റെ ഘ്രാണേന്ദ്രിയം കൊണ്ട് അന്വേഷിച്ച് അസുരനാൽ, ഹിരണ്യാക്ഷനാൽ പാതാളത്തിന്റെ അടിയിൽ കൊണ്ടുവച്ചതായിരിക്കുന്ന ഭൂമിയെ കണ്ടിട്ട് ഝടിതി, ഉടനെ തന്നെ, ആപാതുകാൻ സുരാരിഘേടാൻ അവിഗണയ്യ, പാഞ്ഞെത്തുന്ന അസുരാധമന്മാരെ ലവലേശം പോലും കൂസാക്കാതെ, സലീലം ദംഷ്ട്രാങ്കുരേണ അദധാഹ, സലീലം ലീലയായിക്കൊണ്ട്, കളിയായിട്ട്, ദംഷ്ട്രാങ്കുരേണ തേറ്റയുടെ അറ്റം കൊണ്ട് ഈ ഭൂമിയെ അദധാഹ പൊക്കി അങ്ങോട്ടെടുത്തു. യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കാരണജലത്തിനകത്ത് ഭൂമിയെ അന്വേഷിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷനാണ് ഈ ഭൂമിയെ താഴ്ത്തിയത് എന്ന് മനസ്സിലായി. നേരെ ഭൂമി ഇരിക്കുന്നിടത്തേക്ക് കുതിച്ചു. അസംഖ്യം അസുരന്മാര് തടയാനായിട്ട് വന്നു. പക്ഷേ അതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, ശ്രീ വരാഹമൂർത്തിയുടെ ഗർജനത്താൽ തന്നെ അവരൊക്കെ ഭയന്നോടിയിട്ടുണ്ട്. സർവ ജീവന്മാർക്കും വാസസ്ഥാനായിരിക്കുന്ന ആ ഭൂമിയെ ഭഗവാൻ തന്റെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ട് രസാതല ലോകത്തിൽ നിന്ന് മുകളിലേക്ക് വന്നു. മൂക്കിന്റെ മുകളിൽ ആ തേറ്റകളുടെ ഇടയിൽ ഭൂഗോളത്തെ ധരിച്ചുകൊണ്ട് ജഗതോദ്ധാരകനായിട്ട് യജ്ഞവരാഹമൂർത്തി ശോഭിച്ചു. അവസാനത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകം. അഭ്യുദ്ധരന്നധ ധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോര സലിലാ ജലധേരുതഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. ഹേ ക്രീഡാവരാഹവപു ഈശ്വര, ഹേ ഗുരുവായൂരപ്പ, ലീലയാ വരാഹരൂപത്തെ ധരിച്ചതായ ഭഗവാനെ, അധ ധരാം അഭ്യുദ്ധരൻ, ഭൂമിയെ തേറ്റമേലെടുത്തതിന് ശേഷം അതിനെ മേലോട്ടുയർത്തുവാനായി ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവ, തേറ്റയുടെ തലപ്പില് പറ്റിപ്പിടിച്ചിരിക്കണ ഇളം മുത്തങ്ങയോടുകൂടിയവനോ എന്ന് തോന്നും വണ്ണമുള്ളവനും, അധിക പീവരാത്മാ, അധികം തടിച്ച ദേഹത്തോടു കൂടിയവനുമായ, ഉദ്ധൂത ഘോര സലിലാത്ത് ജലധേ ഉദഞ്ജൻ, ഇളക്കപ്പെട്ട ഭയങ്കര ജലത്തോടുകൂടിയ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ത്വം, അവിടുന്ന്, രോഗാത് പാഹി, ഹേ ഗുരുവായൂരപ്പ, ഈ ഉള്ളവനെ ബാധിച്ചതായിരിക്കുന്ന രോഗത്തിൽ നിന്ന് ഒന്നുയർത്തണേ. രോഗാദി സങ്കുലമായിരിക്കുന്ന ഈ ഒരു സംസാരത്തിൽ മുങ്ങിയ ഈ ഉള്ളവന്റെ ഹൃദയത്തെ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ ഒന്നുയർത്തണേ എന്ന ഒരു പ്രാർത്ഥന. രസാതലത്തിൽ താണുപോയതായിരിക്കണ ഭൂമിയെ കണ്ടുപിടിച്ച് ആ ഭൂഗോളത്തെ തൻ്റെ തേറ്റമേലെടുത്ത് ഉയർത്തി സ്വസ്ഥാനത്ത് ഭഗവാൻ എത്തിക്കണം. ജഗതോദ്ധാരകനായിരിക്കുന്ന ശ്രീ വരാഹമൂർത്തിയുടെ നല്ലൊരു ചിത്രമാണ് ഈ ശ്ലോകത്തിൽ നമുക്കായിട്ട് നാരായണീയം കാണിച്ചു തരുന്നത്. പരമഭാഗവതനായിരിക്കണ കവി യജ്ഞവരാഹമൂർത്തിയോട് പ്രാർത്ഥിക്കുന്നു. പണ്ട് എപ്രകാരമാണോ ഭൂമി ആ സമുദ്രത്തിലേക്ക് താണുപോയത്,
ഇതേപോലെ ഈ ഉള്ളവൻ്റെ ഹൃദയം താണുപോയിരിക്കണം. എവിടെ? രോഗാദികൾ നിറഞ്ഞതായിരിക്കുന്ന ശോകസമുദ്രത്തിലേക്കാണ് ഈ ഉള്ളവൻ്റെ ഹൃദയം താണുപോയിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ദശകം ഇവിടെ അവസാനിക്കുന്നത്. പണ്ട് എപ്രകാരമാണോ ഹേ ഭഗവൻ അവിടുന്ന് വരാഹരൂപത്തെ ധരിച്ച് ഭൂമിയെ ഉദ്ധരിച്ചത്, ഇതേപോലെ ഗുരുവായൂരപ്പ അവിടുന്ന് ഈ ഉള്ളവൻ്റെ ഹൃദയത്തെയും അഥവാ ആ മനസ്സിനെയും ഒന്ന് ഉദ്ധരിക്കണേ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇത് തന്നെ ആവട്ടെ. ശ്രീമന്നാരായണീയം ശ്ലോകങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബന്ധുക്കളെ, ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം വാത്സല്യനിധിയായ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.